നിമിഷപ്രിയയുടെ മോചനം ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുന്നു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയോടെ, അതായത് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചർച്ചകൾ ആരംഭിക്കും. കൊല്ലപ്പെട്ട തലാലിൻ്റെ ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസുമാണ് ചർച്ചയിൽ പങ്കെടുക്കുക. വധശിക്ഷ ഉത്തരവ് മരവിപ്പിക്കാനുള്ള അടിയന്തര ഇടപെടലാണ്. അതേസമയം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് ചേരുകയാണ്. സിബി ജോസഫ്, ഏതാണ്ട് 12 മണിയാണ് പറഞ്ഞിരുന്നത് ചർച്ച തുടങ്ങുന്നത്. ഇനിയും വൈകും എന്നാണോ അറിയാനാകുന്നത്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക്, അതായത് ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചു എന്ന് തന്നെ പറയാം. ഈ സമയം യമനിൽ രാവിലെ 10 മണിയാണ്. യമനിലെ രാവിലെ 10 മണി സമയത്ത് തന്നെ ഈ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ ചർച്ചകൾക്ക് വഴിതെളിച്ചത്. ഇതിൽ ഏറ്റവും പ്രതീക്ഷ കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുക്കൾ ഈ ഒരു ചർച്ചയുടെ ഭാഗമാകുന്നു. അതായത് കുടുംബവുമായി നേരിട്ട് ഈ ദിയാപ്പണം സംബന്ധിച്ചും മോചനം സംബന്ധിച്ചും എല്ലാം തന്നെയും ചർച്ചകൾക്ക് വഴിതെളിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഒരു പ്രതീക്ഷ ഉള്ളത്. ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും അതുകൂടാതെ ഈ സൂഫി മതപണ്ഡിതൻ അടക്കമുള്ളവരൊക്കെ ഇതിന്റെ ഭാഗമാവുന്നുണ്ട്. സൂഫി മതപണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. മറ്റൊന്ന്, യമനിൽ ഈ ഗോത്ര വിഭാഗങ്ങളാണ്, ഈ ഗോത്ര തലവന്മാരൊക്കെയാണ് ഇതിൽ കൂടുതലും തീരുമാനം എടുക്കുക. അവരുമായിട്ടെല്ലാം തന്നെയും ഈ അവരുടെ ഈ യമനിലെ സനലിലെ ഈ ദമാർ എന്ന ഈ തലാൽ താമസിക്കുന്ന പ്രദേശം ദമാർ എന്ന പ്രദേശമാണ്. ആ പ്രദേശവാസികൾക്കിടയിലെല്ലാം തന്നെയും വളരെ വൈകാരികമായ ഒരു പ്രശ്നമാണ് ഈ ഒരു കൊലപാതകം. അതുകൊണ്ട് തന്നെ ഇവരുമായി ഏറ്റവും അടുത്ത കുടുംബവുമായിട്ടെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ട് ഈ ദിയാപ്പണം സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാക്കുക. മറ്റൊന്ന്, ഈ നാളെയാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ്. ഈ ഉത്തരവ് തൽക്കാലത്തേക്ക് നീട്ടിവെപ്പിക്കുന്ന രീതിയിലേക്ക് യമൻ ഭരണകൂടവുമായി എല്ലാ നിലയും ചർച്ചകൾക്കുള്ള ഒരു നടപടി കൂടി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതിലും ചർച്ചകൾ ആരംഭിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ചർച്ചയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.